പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന് നേരെ ഒരു സൈനിക നീക്കം നടത്താൻ ആരെങ്കിലും പദ്ധതിയിടുന്നുണ്ടെങ്കിൽ അവർ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളും കാത്തിരിക്കുന്നതെന്നായിരിക്കും. സ്വന്തം അതിർത്തിക്ക് നേരെ വരുന്ന ഏതൊരു ഭീഷണിയും അത് ഏത് വലിയ രാജ്യമായാലും മുളയിലെ നുള്ളിക്കളയുന്ന ഇസ്രയേലിന്റെ തന്ത്രമാണ് ഇപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇസ്രയേലിന് സമീപം സൈനിക താവളം ഒരുക്കാൻ ശ്രമിച്ച തുർക്കിക്കും അവർക്ക് കൂട്ടുനിന്ന സിറിയയ്ക്കുമാണ് ഇസ്രയേൽ വലിയൊരു ഇരുട്ടടി നൽകിയിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ അബുദുഹുർ വ്യോമതാവളത്തിലാണ് ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം നടത്തിയത്. 8ഓളം ഇസ്രയേലി മിസൈലുകളാണ് ഈ താവളത്തിന്റെ റൺവേയിൽ വന്ന് പതിച്ചത്. സിറിയയുടെ ഈ വ്യോമതാവളത്തിൽ തുർക്കി സൈന്യത്തെ വിന്യസിക്കാൻ സിറിയയും തുർക്കിയും രഹസ്യമായി പദ്ധതിയിട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ അതിർത്തിക്ക് സമീപം ഒരു തുർക്കി സൈനിക താവളം വരുന്നത് ഇസ്രയേൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയായിട്ടാണ് കണ്ടത്. ഇത് സംബന്ധിച്ച് ഇസ്രയേൽ പലതവണ സിറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പുകൾ സിറിയ അവഗണിച്ചതോടെയാണ് തങ്ങളുടെ സ്വസിദ്ധമായ ഭാഷയിൽ ഇസ്രയേൽ മറുപടി നൽകിയത്. ഇസ്രയേലിന്റെ ഈ ആക്രമണം തുർക്കിയെയും സിറിയയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ താവളത്തിൽ തുർക്കി സൈന്യത്തെ വിന്യസിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ഇത് സിറിയയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നുമാണ് സിറിയൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. തുർക്കിയും ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ മൗനം പാലിച്ചെങ്കിലും സിറിയയിലേക്കുള്ള US പ്രത്യേക പ്രതിനിധി ഇസ്രയേൽ നടപടിയെ വിമർശിച്ചിട്ടുണ്ട്. ഇസ്രയേലും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ തന്നെ വളരെ മോശമായ അവസ്ഥയിലാണ്. തുർക്കി പ്രസിഡന്റ് എർദോഗാനെ ജൂതവിരുദ്ധനായ ഏകാധിപതി എന്നാണ് ഇസ്രയേൽ വിശേഷിപ്പിച്ചത്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയാകട്ടെ ഇസ്രയേലിന്റെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് എർദോഗാന് മുന്നറിയിപ്പ് നൽകി. ചുരുക്കത്തിൽ സിറിയയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള തുർക്കിയുടെ നീക്കങ്ങൾക്ക് ഇസ്രയേൽ നൽകിയ വലിയൊരു തിരിച്ചടിയാണ്. ഇസ്രയേലിന്റെ ഈ ശക്തമായ നിലപാട് പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്കും വലിയൊരു മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ച് തുർക്കി പോലെയുള്ളവർക്ക്. ഞങ്ങളായിട്ട് ആരെയും ചൊറിയാൻ വരില്ല, പക്ഷെ വെറുതെ ചൊറിയാൻ വന്നാൽ നമ്മൾ കയറി മാന്തും എന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് കേരള.